Hi dear my children. നമ്മൾ ഓക്സിഡേഷൻ നമ്പറിൻ്റെ കാൽക്കുലേഷനും അതിൻ്റെ കണ്ടിന്യൂഷനിലേക്കാണ് വരുന്നത്. ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് HNO2 നൈട്രസ് ആസിഡ് എന്ന് പറയും. ഓക്സിജൻ എത്രയിലാണ് വരുന്നത്? -2-ൽ. 2 ഓക്സിജൻ വരുമ്പോൾ -4-ൽ വരും. ഹൈഡ്രജൻ എത്രയിലാണ് വരിക? ഹൈഡ്രജൻ +1-ൽ. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 0 വരണം. അപ്പോൾ നൈട്രജൻ എത്രയിൽ വരണം? നൈട്രജൻ +3-ൽ വരണം. ക്ലിയർ അല്ലേ? നൈട്രജൻ +3. നൈട്രജൻ്റെ വാലൻസി ഇലക്ട്രോൺസ് എത്രയാണ്? 5 ആണ്. 5 ഇലക്ട്രോൺസ് ആണ് വാലൻസിയിലുള്ളത്. 5 ലൂസായ ആൾക്ക് എത്ര വരും? 5 ലൂസായ ആൾക്ക് +5 വരും. അപ്പോൾ +5 ആണ് അതിൻ്റെ മാക്സിമം. മാക്സിമത്തിൽ എന്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതാണ് HNO3 ഒക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്രനോടെ വാങ്ങാൻ പറ്റും? 3 ഇലക്ട്രോണോട് അയാൾക്ക് വാങ്ങാൻ പറ്റും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആകെ എത്ര ഇലക്ട്രോൺ ആവും? 8 ആവും. അപ്പോൾ ഒക്റ്ററ്റ് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ അയാളെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മിനിമം എത്രയിലാണ് വരിക? -3. ബാലൻസ് ഇലക്ട്രോൺസ് 5. ഒക്റ്ററ്റ് 8 ആവണമെങ്കിൽ 5ൻ്റെ കൂടെ എത്രനോടെ വേണം? 3 എണ്ണോടെ വേണം. അപ്പോൾ എത്ര ഇലക്ട്രോൺസിനെ വാങ്ങി? 3 എണ്ണത്തിന് വാങ്ങി. 3 എണ്ണത്തിന് വാങ്ങി എത്രയിലായി? -3-ലായി. അപ്പോൾ -3 എന്താ സാധനം? -3 അതിൻ്റെ മിനിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. ക്ലിയർ അല്ലേ? മിനിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരാൾ എന്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക? റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം -3-ലാണ് വരുന്നതെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ്. നൈട്രജൻ +5-ലാണ് വരുന്നതെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇൻ ബിറ്റ്വീൻ വന്നാലോ അങ്ങോട്ടും ചാടാം ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ് റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. അപ്പോൾ ഇവിടെ എത്രയിലാണ് വന്നത്? +3 എവിടെയാണ് വരുന്നത്? മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലാണ്. അപ്പോൾ ഇത് എന്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക? ഇത് ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ് റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. അപ്പോൾ ഒരേ സമയം ആക്ട് ചെയ്യുമോ? ഇല്ല. അത് ഇയാളെ കൂടെ റിയാക്ട് ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ കൂടെയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യും. ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ കൂടെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ക്ലിയർ ആണോ? ഐഡിയ വന്നോ? ഇവിടെ പറയണോ? ദെൻ ശരിയായില്ല മക്കളെ. SO2 ഓർമ്മയില്ലേ? SO2 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. SO2 2 ഓക്സിജന് -4, ഒരു സൾഫറിന് +4. സൾഫറിൻ്റെ ബാലൻസ് ഇലക്ട്രോൺസ് 6 6 ലൂസായ +6-ൽ വരും. അപ്പോൾ മാക്സിമത്തിൽ വരും. ഓക്സിഡൈസിങ് ഏജൻറ്റ് മാത്രമാണ് ഇവിടെ. 6 ഇലക്ട്രോൺസ് അയാൾക്ക് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 എണ്ണോടെ വേണം. 2 എണ്ണോടെ ഗെയിൻ ചെയ്താൽ -2-ൽ വരും. -2 അതിൻ്റെ മിനിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. മിനിമത്തിൽ എന്തായിട്ട് ആക്ട് ചെയ്യുക? മിനിമത്തിൽ റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ എത്രയില്ല? +4-ല. അത് മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലാണ്. അപ്പോൾ ഓക്സിഡൈസിങ് ആണ് റെഡ്യൂസിങ് ഏജൻറ്റും ആണ്. മനസ്സിലായോ? ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം SO2-ഉം HNO3-യും തമ്മിലാണ് റിയാക്ഷൻ. അപ്പം മനസ്സിലായി HNO3-ൽ നൈട്രജൻ +5-ലാണ്. +5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമത്തിലാണ്. മാക്സിമത്തിൽ അയാൾക്ക് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ ഇയാൾ എന്തായിരിക്കും? SO2 റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? പറയണോ? SO2 H2S-ൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. H2S-ലെ സൾഫർ എത്രയില്ല? -2-ലാണ്. -2 സൾഫറിൻ്റെ എന്താ? മിനിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റാണ്. ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇയാൾ എന്തായിട്ട് അതിനെ ഫംഗ്ഷൻ ചെയ്യുക? ഇയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ മിനിമത്തിൽ റെഡ്യൂസിങ് ഏജൻറ്റ്, മാക്സിമത്തിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇൻ ബിറ്റ്വീൻ വന്നാൽ റെഡ്യൂസിങ് ആവാം ഓക്സിഡൈസിങ് ആവാം. അത് ആരെ കൂടെ റിയാക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത കേസിലേക്കാണ് വരുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ എബൌട്ട് ടു ബാലൻസ് ദി റിയാക്ഷനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാലൻസിങ് ഓഫ് ദി റിയാക്ഷൻ ആണ് കേട്ടോ. മക്കൾ നോക്കണം. നമ്മൾ ഒരു റിയാക്ഷൻ എടുത്തു. സിങ്ക് പ്ലസ് Cu2 പ്ലസ് ഗിവ് സിങ്ക് 2+ പ്ലസ് Cu. നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്സിഡേഷനും ഉണ്ട് റിഡക്ഷനും ഉണ്ട്. ആ റിഡോക്സ് റിയാക്ഷൻസ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. നോക്കണേ, സിമ്പിൾ. ഇത് 0-ൽ ഇവിടെ വരുമ്പോൾ എത്രയിൽ വന്നു? +2-ൽ വന്നു. 0-ന്ന് +2-ലേക്ക് വരുന്ന പ്രോസസ്സ് എന്താ? ഓക്സിഡേഷനാണ്. എത്ര ഇലക്ട്രോൺ ലൂസായി? 2 ഇലക്ട്രോൺ ലൂസായി. Cu2 പ്ലസ് Cu-ലേക്ക് വന്നു. എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തു? 2 എണ്ണം ഗെയിൻ ചെയ്തു. 2 എണ്ണം ലൂസായി, 2 എണ്ണം ഗെയിൻ ചെയ്തു. എത്ര എണ്ണം ലൂസായോ അത്ര എണ്ണം ഗെയിൻ ചെയ്തു. കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ഈക്വലാണ്. കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ഈക്വലായാൽ അത് ബാലൻസ്ഡ് ആണ്. ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്.
ഒരു സിങ്കിന് ഒരു സിങ്ക്, ഒരു കോപ്പറിന് ഒരു കോപ്പർ, ബാലൻസ്ഡ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഇലക്ട്രോൺസിനെ കൊടുക്കും, മറ്റേ ആൾ ഇലക്ട്രോൺസിനെ വാങ്ങും. കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ഈക്വൽ ആക്കുക. മനസ്സിലോ? ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പാടില്ല? വഴിയാതരാവാൻ പാടില്ല. 5 എണ്ണം കൊടുത്ത് 3 എണ്ണം എടുത്തുള്ളൂ, ബാക്കി 2 എണ്ണം സ്വാഹ. പാടുണ്ടോ? ഇല്ല. 5 എണ്ണം കൊടുത്താൽ 5 എണ്ണം വാങ്ങുന്ന അല്ലെങ്കിൽ 5 എണ്ണം കിട്ടുന്ന രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യണം. നമുക്കൊരെണ്ണം നോക്കാം. സിങ്ക് Ag+ സിൽവർ അയോൺസ ഗിവ്സ് Zn2+ പ്ലസ് Ag. സിങ്ക് എത്ര എണ്ണം കൊടുത്തു? സിങ്ക് 0 - 2+ എത്തിയത്. അപ്പോൾ 2 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ സിങ്കിൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം ഇറങ്ങിപ്പോയി. അപ്പോൾ സിൽവറിന് എന്ത് ചെയ്യണം? ആ 2 എണ്ണം കിട്ടണം. സിൽവർ നോക്കിയേ, സിൽവർ +1 0 വന്ന് +1 0. അപ്പോൾ ഇയാൾ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു? +1 0 വരണമെങ്കിൽ 1 ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നത് അല്ലേടാ. +1 അല്ലേ? +1 0 എത്തിയത്. അപ്പോൾ എത്ര ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം? 1 എണ്ണം ഗെയിൻ ചെയ്യണം. +3 0 എത്രയെങ്കിലോ? 3 എണ്ണം ഗെയിൻ ചെയ്യണം. +5 0 എത്രയെങ്കിലോ? 5 എണ്ണം ഗെയിൻ ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇത് +1 0 എത്തിയത്. അപ്പോൾ എത്ര എണ്ണം ഗെയിൻ ചെയ്യണം? 1 എണ്ണം. എത്ര എണ്ണം ഇറങ്ങിപ്പോയിട്ടുണ്ട്? 2 എണ്ണം. 2 എണ്ണം പോയാൽ 2 എണ്ണം വാങ്ങണം. ക്ലിയർ അല്ലേ? ഇയാൾ എത്ര എണ്ണേ വാങ്ങുന്നുള്ളൂ? ഇയാൾ 1 വാങ്ങുന്നുള്ളൂ. 2 എണ്ണം വാങ്ങണമെങ്കിൽ ഇങ്ങനത്തെ 2 എണ്ണം വേണം. അപ്പോൾ 2 Ag+ എടുത്താൽ ഒരു Ag+ 1 ഇലക്ട്രോൺ വാങ്ങും, അടുത്ത Ag+ അടുത്ത ഇലക്ട്രോൺ വാങ്ങും. അപ്പോൾ 2 ആൾ 2 എണ്ണം വാങ്ങി. 2 ബാലൻസ്ഡ്. 2 എണ്ണം കൊടുത്തു, 2 എണ്ണം വാങ്ങി. ഒരാൾ വിചാരിച്ചാൽ 1 വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം വാങ്ങണമെങ്കിൽ 2 ആൾ വേണം. ബാലൻസ്ഡ്. ക്ലിയർ ആണോ? ഇത്രയും സംഭവമുള്ളൂ. ഇതാണ് ബേസിക്. പിന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സ്റ്റെപ്പായിട്ട് ചെയ്യാം. 10 സ്റ്റെപ്പിൽ എഴുതാം, 4 സ്റ്റെപ്പിൽ എഴുതാം, ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം, സ്റ്റെപ്പൊന്നും ഇല്ലാണ്ടും ചെയ്യാം. മനസ്സിലായി? മക്കൾ നോക്കും. ഉദാഹരണം പറയാം. MnO4- കണ്ട Fe2+, Mn2+ പ്ലസ് Fe3+. കണ്ട നോക്കിയേ. ഓക്സിജൻ -2 4 ഓക്സിജൻ എത്രയിൽ വന്നു? 4 ഓക്സിജൻ -8. 4 ഓക്സിജന് -8. കംപ്ലീറ്റ് ആഡ് ചെയ്ത് എത്ര വരണം? -1 വരണം. അപ്പോൾ മാംഗനീസ് എത്രയിൽ വരും? +7 വരും. അത് തെറ്റിപ്പോരുതേ. അത് തെറ്റിയാൽ കഴിഞ്ഞേ. ഓക്സിജന് -2, 4 ഓക്സിജന് -8. കംപ്ലീറ്റ് ആഡ് ചെയ്താൽ 0 അല്ലേ? കംപ്ലീറ്റ് ആഡ് ചെയ്താൽ -1. എന്താ കാരണം? കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജാണ് വരേണ്ടത്. ചാർജ് എത്രയാണ്? -1. അപ്പോൾ -8ഉം +7ഉം -1. അപ്പോൾ മാംഗനീസ് എത്രയിലാണ് വരുന്നത്? +7. +7 മാംഗനീസ് എവിടെ എത്തി? +2 7 2 വന്നേ. 7 2 വരുമ്പോൾ +7 +2 വരുമ്പോൾ എത്ര ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു? 5. 7 2 എത്തിയത്. 7 2 വരുമ്പോൾ എത്ര എണ്ണം? 5 എണ്ണം ഗെയിൻ ചെയ്യണം. 7 2 തമ്മിൽ ഡിഫറൻസ് എത്ര? 5 അല്ലേ? അപ്പോൾ +7നെ +2 ആക്കണമെങ്കിൽ +7നെ +2 ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ -5 അല്ലേ കൂട്ടിച്ചേർക്കേണ്ടത്? അപ്പോൾ +7ഉം -5 കൂടെ ചേർന്നാൽ +2 കിട്ടും. 1 ഇലക്ട്രോൺ കിട്ടിയാൽ -1, 2 ഇലക്ട്രോൺ കിട്ടിയാൽ -2, -5 വരണമെങ്കിൽ എത്ര ഇലക്ട്രോൺ കിട്ടണം? 5 എണ്ണത്തിന് കിട്ടണം. മനസ്സിലായോ? അപ്പോൾ +7ന് +2 അതെ. അപ്പോൾ എത്ര ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു? 5 എണ്ണം ഗെയിൻ ചെയ്തു. 5. 5 എണ്ണം ഇയാൾ ഗെയിൻ ചെയ്യണമെങ്കിൽ 5 എണ്ണം ഇയാൾ കൊടുക്കണം. ഇയാൾ എത്രയാണ് കൊടുക്കുന്നത്? 2+ന്ന് 3+ലേക്കാണ്. 2+ന്ന് 3+ലേക്ക് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ചാടിപ്പോയി? ഒരെണ്ണേ ചാടിപ്പോയിട്ടുള്ളൂ. ഇയാൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 5 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എത്ര എണ്ണം ചാടിപ്പോണം? 5 എണ്ണം ചാടിപ്പോണം. ഒരാളെടുത്താൽ 1 ചാടിപ്പോവുള്ളൂ. അപ്പോൾ 5 എണ്ണം ചാടിപ്പോണെങ്കിൽ 5 ആൾ എടുക്കണം. കത്തിച്ച പൊടി കിട്ടിയോ? ഇത്രേ ഉള്ളൂ. കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ഈക്വൽ ആക്കുക. ഇനി എളുപ്പം അടുത്ത കാര്യം പറഞ്ഞുതരാം. 7 2 മാംഗനീസ് ചേഞ്ച് എത്രയാണ്? 5. അയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ പുഷ് ചെയ്യാം. ഇയാൾ എത്രയില്ല? Fe2+. അവിടെ എത്തി Fe3+. അയാളെ ചേഞ്ച് എത്രയാ? 2+ഉം 3+ലേക്ക് വന്ന് അയാളെ ചേഞ്ച് എടുത്ത് ഇവിടെയും കൊടുക്കുക. ഫിനിഷ്ഡ്. ഇയാൾ തീർത്ത് അവിടെ കൊടുക്കുക, അയാൾ തീർത്ത് ഇവിടെ കൊടുക്കുക. ബാലൻസ്ഡ്. പിന്നെ ബാക്കിയൊക്കെ ചടങ്ങുകളാണ്. അതിനനുസരിച്ചിട്ട് ഇവിടെ ഇനി ബാലൻസ് ചെയ്യണം. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചെയ്യാവുന്നുള്ളൂ. ഇത് പൊടി കിട്ടിയോ എന്ന് പറയണം. മനസ്സിലായത്? ഐഡിയ വന്നോ? ക്ലിയർ അല്ലേ? യെസ്.
അപ്പം നമുക്ക് നോക്കാം. നമ്മൾ പറയാൻ പോവാണേ. NH3 plus O2 gives NO plus H2O. ശ്രദ്ധിച്ചേ, NH3 നൈട്രോജൻ എത്രയില്ല? NH3 നൈട്രോജൻ, ഹൈഡ്രോജന് +1, 3 ഹൈഡ്രോജന് +3, അപ്പോൾ നൈട്രോജനോ -3 വരും. -3 നൈട്രോജൻ ഇവിടെ എത്രയിലാണ് വരുന്നത്? -3 നൈട്രോജൻ അവിടെ വരുന്നത് +2, കാരണം NO ഓക്സിജൻ -2, അപ്പോൾ നൈട്രോജനോ +2. -3 +2 എത്തിയില്ലേ? അതെ, -3 +2 എത്തി. കണ്ടോ? അപ്പം -3 +2 എത്തണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? +5 ആഡ് ചെയ്യണം. +5 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലേ +2 കിട്ടുള്ളൂ, അല്ലേ? അതെ, +5 വരിക എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ പോയാൽ +1 വരും, 2 ഇലക്ട്രോൺ പോയാൽ +2 വരും. അപ്പോൾ ഇവിടുന്ന് എത്ര ഇലക്ട്രോൺ പോയി? 5 എണ്ണം പോയി. ഇയാളെ കയ്യിൽ നിന്ന് 5 എണ്ണം പോയി. ക്ലിയർ ആണോ? അയാളെ കയ്യിൽ നിന്ന് പോയത് 5 ആണ്. ഇനി ശ്രദ്ധിക്കണേ, ഓക്സിജൻ, 2 ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഒരു ഓക്സിജൻ എത്രയില്ല? നമ്മൾ ഒരാളുടെ കാര്യം പറയണം. ഒരു ഓക്സിജൻ 0-ൽ, എലിമെൻ്ററി സ്റ്റേറ്റിലാണ്. ഒരു ഓക്സിജൻ 0-ൽ. ഇവിടെ എത്തിയാലും ഓക്സിജൻ എത്രയിലാണ് വരുന്നത്? -2-ലാണ്. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഓക്സിജൻ വരുന്നത് -2-ലാണ്. 0-ന്ന് -2-ലേക്ക് വന്നു. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു? 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അതാര്? ഒരാൾ. ഇവിടെ എത്ര പേരുണ്ട്? 2 ആളുണ്ട്. ഒരാളാണ് 2 എണ്ണം ഗെയിൻ ചെയ്തത്. അപ്പോൾ 2 ആൾ എത്ര എണ്ണം ഗെയിൻ ചെയ്യും? 4 എണ്ണം ഗെയിൻ ചെയ്യും. കൊടുക്കൽ വാങ്ങല്ലേ? ഇവിടെ എത്ര പേരുണ്ട്? 2 ആളുണ്ട്. ആ 2 ആൾക്ക് എത്ര വാങ്ങുന്നല്ലേ പറയണ്ടേ? ഇവിടെ എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളൂ. ആ ഒരാൾ -3-ന്ന് +2-ലേക്ക് പോയി. -3-ന്ന് +2-ലേക്ക് പോകുമ്പം 5 ഇലക്ട്രോണോ കൊടുത്തു. ക്ലിയർ ആണോ? യെസ്. ഇവിടെ ഒരു ഓക്സിജൻ എത്രയില്ല? 0-ൽ. അവിടെ എത്തുമ്പോൾ ഒരു ഓക്സിജനോ -2-ൽ. അപ്പോൾ ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോണോ വാങ്ങി? 2 എണ്ണത്തിന് വാങ്ങി. ഒരു ഓക്സിജനോ ഉള്ളൂ ഇവിടെ? അല്ല, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണത്തിന് വാങ്ങണം? ഒരു ഓക്സിജനാണ് 2 എണ്ണത്തിന് വാങ്ങുന്നത്. 2 ഓക്സിജൻ അപ്പോൾ എത്ര എണ്ണം വാങ്ങും? 4 എണ്ണം വാങ്ങും. ഇയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക, ഇയാളെ ചേഞ്ച് എടുത്ത് അവിടെ കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ഈക്വലായി. ഒരു നൈട്രോജൻ എത്രയാണ് കൊടുത്തത്? 5 എണ്ണം. 4 നൈട്രോജനോ 20 എണ്ണം. ഒരു ഓക്സിജൻ എത്ര വാങ്ങിയത്? ഒരു ഓക്സിജൻ വാങ്ങിയത് 2 എണ്ണം. എത്ര ഓക്സിജൻ ഉണ്ട്? 10 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം വാങ്ങും? 20 എണ്ണം വാങ്ങും. 20 കൊടുത്തു, 20 വാങ്ങി. പിടിച്ചതാ? മനസ്സിലായോ? ദെൻ ഇനി അവിടെ വന്നിട്ട് ബാലൻസ് ചെയ്യുക. 4 നൈട്രോജൻ അല്ലേ? അതെ, 4 നൈട്രോജൻ. നൈട്രോജൻ വേറെ അവിടെ വരില്ല. ക്ലിയർ ആണോ? 4 3 12 ഹൈഡ്രോജൻ അല്ലേ? അതെ, 12 ഹൈഡ്രോജൻ. RH2O. 10 ഓക്സിജൻ അല്ലേ? അതെ, 4 ഓക്സിജനും 6 ഓക്സിജനും 10 ഓക്സിജൻ. ഇത്രേ ഉള്ളൂ. ഇയാളെ ചേഞ്ച് എടുക്കുക, അവിടെ കൊടുക്കുക. അയാളെ ചേഞ്ച് എടുക്കുക, ഇവിടെ കൊടുക്കുക. ഇവിടെ ചേഞ്ച് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 2 ആളുണ്ട്. ഒരാൾക്കാണ് എത്ര? 0-ന്ന് -2-ലേക്ക് ഒരാൾ 2 ഇലക്ട്രോണെ വാങ്ങി. ഇവിടെ എത്ര പേരുണ്ട്? 2 ആളുണ്ട്. അപ്പോൾ 2 ആൾ എത്ര എണ്ണം വാങ്ങുന്നു? 4 എണ്ണം വാങ്ങുന്നു. ഇനി ഇയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക, അയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക. ഇയാളെ ചേഞ്ച് എത്രയായിരുന്നു? 4, അത് ഇവിടെ കൊടുത്തു. ഇയാളെ ചേഞ്ച് എത്രയായിരുന്നു? 5, അതെടുത്ത് ഇവിടെയും കൊടുത്തു. പിന്നെ ബാലൻസ്ഡ്. പിന്നെ ബാക്കിയൊക്കെ ചടങ്ങുകൾ മാത്രം. ഇവിടുത്തെ എണ്ണത്തിനനുസരിച്ചിട്ട് അവിടെ അനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് അടുത്ത് നോക്കാം. Cr2O7 2- plus Fe2 plus gives Cr3 plus Fe3 plus. ഇതാണ് സാധനം. കണ്ടോ? ഒരു ഓക്സിജൻ -2-ലാണ്. 7 ഓക്സിജൻ എത്രയിൽ വന്നു? -14-ൽ വന്നു. കംപ്ലീറ്റ് ആഡ് ചെയ്ത് എത്ര വരണം? കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2- വരണം. അപ്പോൾ 2 ക്രോമിയോടെ എത്രയിൽ വരണം? +12-ൽ വരണം. 2 ക്രോമിയത്തിനാണ് 12. അപ്പോൾ ഒരു ക്രോമിയം എത്രയിൽ വരും? 6-ൽ വരും. ഒരു ക്രോമിയം 6-ന്ന് എവിടെ എത്തി? 3-ലെത്തി. അപ്പോൾ ഒരു ക്രോമിയത്തിൻ്റെ ചേഞ്ച് എത്രയാ? 3. 2 ക്രോമിയത്തിൻ്റെ ചേഞ്ചോ 6. അപ്പോൾ ഇയാളെ ചേഞ്ച് 6. 2+ഉം 3+ലേക്ക് ചേഞ്ച് 1. കണ്ടോ? ഇനി അയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക, ഇയാളെ ചേഞ്ച് എടുത്ത് അവിടെയും കൊടുക്കുക. ആലോചിച്ച് നോക്കി. ഒരു ക്രോമിയം +6-ന്ന് +3-ലേക്ക്. ഒരു ക്രോമിയം 3 ഇലക്ട്രോണ് വാങ്ങി. അപ്പോൾ 2 ക്രോമിയോ 6 എണ്ണത്തിന് വാങ്ങി. Fe2 + Fe3+ലേക്ക് വരുമ്പം ഒരാൾ 1 ലൂസായി, 6 ആൾ 6 ലൂസായി. അപ്പോൾ 6 കൊടുത്തു, 6 വാങ്ങി. കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ബാലൻസ്ഡ് ആണ്.
ബാക്കി നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് ബാലൻസ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ശരിയായോ? ഇതാണ് ബേസിക് ഐഡിയ എന്തിൻ്റെ? റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നതിൻ്റെ. അപ്പം നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. നോക്കിയേ, നമ്മൾ ഫുൾ റിയാക്ഷൻ എഴുതുകയാണ്. പെർമാംഗനേറ്റ് അയോൺസ് oxidizes Fe2+ and get converted into Mn2+ plus Fe3+. ശ്രദ്ധിച്ചേ, മാംഗനീസ. ഇനി ഞാൻ പറയില്ലേ പെർമാംഗനേറ്റിൻ്റെ മാംഗനീസ് നേരിട്ട് പറയുള്ളൂ. പെർമാംഗനേറ്റിലെ മാംഗനീസ് വരുന്നത് +7. +7 എവിടെ എത്തി? +2 അപ്പോൾ ചേഞ്ച് എത്രയാ? 5. ഒരു മാംഗനീസ് അല്ലേ ഉള്ളൂ? അതെ. അപ്പോൾ അയാളെ ചേഞ്ച് ഇവിടെ കൊടുത്തു. ക്ലിയർ അല്ലേ? അയൺ എത്രയില്ല? Fe2+ Fe3+. അയാളെ ചേഞ്ച് എത്രയാ? 1 ആണ്. അതിവിടെയും കൊടുത്തു. ഇനി ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തവർ ആദ്യം ചെന്ന് ബാലൻസ് ചെയ്യണം. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത ആളാരാ? മാംഗനീസാണ്. അപ്പോൾ എത്ര മാംഗനീസ് ഉണ്ട്? 1 മാംഗനീസ്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ട് മാംഗനീസ്. അയൺ എത്ര ഉണ്ട്? 5 എണ്ണം. 5 അയൺ ഉണ്ട്. ഇനി നമുക്ക് ആളെ ബാലൻസ് ചെയ്യാനുണ്ട്. നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ആൾ ഓക്സിജനാണ്. ഓക്സിജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ ആഡ് ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്യുക. എവിടെയാണോ ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്നത് അവിടെ വാട്ടർ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഓക്സിജൻ അല്ലേ? അതെ. അപ്പോൾ 4 ഓക്സിജൻ്റെ ഷോർട്ടേജ് ഇവിടെ ഇല്ലേ? അപ്പോൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം? 4 വാട്ടർ ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഇനി ഈ റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണെന്ന് അവർ സ്പെസിഫൈ ചെയ്യും. അസിഡിക് മീഡിയത്തിലാണെന്ന് പറയും റിയാക്ഷൻ നടക്കുന്നത്. അസിഡിക് മീഡിയം എന്ന് പറഞ്ഞാൽ ആര് വേണം? H+ വേണം. അത് സ്പെസിഫൈ ചെയ്യും. ദിസ് റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ അസിഡിക് മീഡിയം. അപ്പോൾ ഇനി ആരെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? അയണും മാംഗനീസും ഓക്സിജനും ബാലൻസ്ഡ് ആയി. ഇനി വേണ്ടത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ എവിടെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്? അസിഡിക് മീഡിയത്തിൽ. അസിഡിക് മീഡിയം എന്ന് പറഞ്ഞാൽ ആരെയാ തരിക? H+നെ. എത്ര ഹൈഡ്രജൻ വേണം? 8 ഹൈഡ്രജൻ വേണം. അപ്പം നമ്മൾ ഹൈഡ്രജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ 8H+ ആഡ് ചെയ്തു. ഇനി ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ ചാർജ് വൈസ് ഇത് ബാലൻസ്ഡ് ആയിക്കൊള്ളണം. എണ്ണം വൈസ് മാത്രമല്ല, ചാർജ് വൈസ് ബാലൻസ്ഡ് ആയിക്കൊള്ളണം. നോക്കിയേ, 10+, 10+, 8+, 18+, ഒരു മൈനസ്, 17+, 17+, 5 3 15+, 2+, 17+. അവിടെ 17+, ഇവിടെ 17+. ചാർജ് വൈസ് ഈക്വൽ ആണ്. മനസ്സിലായോ? ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. ഇയാളെ ചേഞ്ച് എടുത്ത് അവിടെ കൊടുക്കുക, അയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക. ആരാണോ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തത് അയാൾ അവിടെ ചെന്ന് ആദ്യം ബാലൻസ് ചെയ്യുക. പിന്നെ ഓക്സിജൻ കുറവുണ്ടാവും. ഓക്സിജൻ കുറവുള്ള സൈഡിൽ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആര് പ്രശ്നം വരും? ഹൈഡ്രജൻ പ്രശ്നം വരും. അസിഡിക് മീഡിയം ആണെങ്കിൽ ഹൈഡ്രജൻ കുറവുള്ള സൈഡിൽ H+ ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. ശരിയായോ? ക്ലിയർ ആണോ? ഇതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് നമ്മൾ പറയണത്. ക്ലിയർ അല്ലേ? ഇനി ഇതേ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഇതേ സംഭവം നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. എങ്ങനെ? ആയിക്കോട്ടോ. അതാണ് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒക്കത്തിൻ്റെ ബേസ് സെയിം തന്നെ. ഇത് ഫുൾ എഴുതുന്നതിന് വരെ മറ്റേ എന്ത് ചെയ്യുന്നു? 2 ഹാഫ് ആക്കിയിട്ട് എഴുതുന്നു. ആദ്യം ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും എഴുതുക. ഇതാ നോക്കിയേ, MnO4-. അയാൾ എന്തായിട്ട് മാറിയെന്നാണ് നമ്മൾ പറഞ്ഞത്? അയാൾ മാറിയത് Mn2+ ആയിട്ടാണ്. കണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ, ആദ്യത്തെ ഹാഫ് എഴുതി, MnO4- Mn2+ ആയി. അതിൽ മാംഗനീസ് എത്രയില്ല? +7. എവിടേക്ക് വന്നു? +2 വന്നു. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യണം? 5 ഇലക്ട്രോൺസ്. അപ്പോൾ അയാൾ 5 എണ്ണം വാങ്ങിയെന്ന് കാണിക്കാൻ ഇവിടെ 5 ഇലക്ട്രോൺ ആഡ് ചെയ്തു. 7 2 അല്ലേ? അതെ. അപ്പോൾ എത്ര എണ്ണം വാങ്ങി? 5 എണ്ണം വാങ്ങി. അപ്പോൾ 5 എണ്ണം അവിടെ ആഡ് ചെയ്തു. ശരിയല്ലേ? ഇനി ആരെ ബാലൻസ് ചെയ്യണം? ഇനി നമുക്ക് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഓക്സിജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം. എവിടെയാ? അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം? നമ്മൾ 4 വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ ഇനി ആരെ ബാലൻസ് ചെയ്യണം? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ആരെ ആഡ് ചെയ്യണം? അസിഡിക് മീഡിയം ആയതുകൊണ്ട് H+ ആഡ് ചെയ്യണം. എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്യണം? 8H+ ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ഹാഫ് ബാലൻസ്ഡ് ആയില്ലേ നോക്ക്. ഈ ഹാഫ് ബാലൻസ്ഡ് ആയില്ലേ നോക്ക്. 5 മൈനസും 1 മൈനസും 6 മൈനസ്. ഇവിടെ 8+, അപ്പോൾ ആകെ 2+. അപ്പോൾ ഇവിടുത്തെ മൊത്തം ചാർജ് 2+.
അവിടെ മൊത്തം ചാർജ് 2 പ്ലസ് അല്ലേ? അതെ. എണ്ണം ബാലൻസ്ഡ് ആയില്ലേ? ചാർജ് ബാലൻസ്ഡ് ആയില്ലേ? അപ്പോൾ ആദ്യത്തെ റിഡക്ഷൻ ഹാഫ് നമ്മൾ ബാലൻസ് ചെയ്തു. +7 മാംഗനീസ് +2 എത്തി. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ആ പ്രോസസ്സ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ ഹാഫ് നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി ഇതേപടി നമുക്ക് ആരുണ്ട്? ഒരു ഓക്സിഡേഷൻ ഹാഫ് ഉണ്ട്. Fe2+ എന്താ മാറിയത്? Fe2+ മാറിയത് Fe3+ ആയിട്ടാണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺസിന് അയാൾ വിട്ടുകൊടുത്തു? Fe2+, Fe3+ ആകുമ്പോൾ ഒരു ഇലക്ട്രോണാണ് ചാടിപ്പോയത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ എഴുതി. ചാർജ് ബാലൻസ്ഡ് ആയില്ലേ? +3ഉം -1ഉം +2, ഇവിടെയും +2. ക്ലിയർ ആണോ? അപ്പോൾ ഇത് റിഡക്ഷൻ ഹാഫ്, ഇത് ഓക്സിഡേഷൻ ഹാഫ്. അപ്പോൾ 2 ഹാഫ് സെപ്പറേറ്റ് എഴുതി ബാലൻസ് ചെയ്തു. ഇനി ഇത് ആഡ് ചെയ്താലാണ് ഓവറോൾ റിയാക്ഷൻ ആവുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ആഡ് ചെയ്യുമ്പോൾ രണ്ടാളുടെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആക്കണം. ഇവിടെ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 5. അപ്പോൾ ഇവിടെ എത്ര വരണം? 5 തന്നെ വരണം. അപ്പോൾ ഇയാളെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇയാളെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ 5 വരും, അവിടെ 5 വരും, അവിടെ 5 വരും. ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മളിത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഡയഗണലി ഓപ്പോസിറ്റുള്ള സെയിം ക്വാണ്ടിറ്റീസ് ക്യാൻസൽ ചെയ്ത് പോകും. ഡയഗണലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ടിങ് സൈഡിലുള്ളതും പ്രോഡക്റ്റ് സൈഡിലുള്ളതും ഡിഫറെൻറ്റ് റിയാക്ഷൻസിൽ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇവിടെ 5 ഇലക്ട്രോൺ, ഇവിടെ 5 ഇലക്ട്രോൺ, അത് രണ്ടും ക്യാൻസലായി. എവിടെയുള്ള ക്യാൻസൽ ആവുക? 5 ഇലക്ട്രോണും 5 ഇലക്ട്രോൺ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ 5 + 5 10 എന്ന് പറഞ്ഞ് ഇവിടെ വരും. ഇതങ്ങനെയല്ല. ആ 5 എവിടെയുള്ളത്? ഈ 5 റിയാക്ടിങ് സൈഡിലും ആ 5 പ്രോഡക്റ്റ് സൈഡിലുമാണ്. റിയാക്ടിങ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും വരുമ്പോൾ ഒരേ എണ്ണമാണെങ്കിൽ ആ എണ്ണങ്ങൾ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. ഒരേ എണ്ണം അല്ലെങ്കിലോ ബാക്കി എത്ര വെച്ചാൽ അത് നോക്കി എഴുതണം. ഇവിടെ 3 വാട്ടർ, ഇവിടെ 5 വാട്ടർ ക്യാൻസൽ ചെയ്ത് അവിടെ 2 വാട്ടർ ബാക്കി വരും. ഇവിടെ 3 വാട്ടർ, ഇവിടെ 3 വാട്ടർ ആഡ് ചെയ്യുമ്പോഴെന്ത് സംഭവിക്കും? 6 വാട്ടർ ആവും, രണ്ടും ഒരേ സൈഡിലാണ്. ഇവിടെ 3 വാട്ടർ, ഇവിടെ 4 വാട്ടർ, രണ്ടും ഒരേ സൈഡിലാണ്. ആഡ് ചെയ്യുമ്പോൾ 7 വാട്ടർ ആവും. ഇവിടെ 3 വാട്ടർ, ഇവിടെ 5 വാട്ടർ, ഒരേ സൈഡിലാണോ? അല്ല. അപ്പോൾ പിന്നെ അത് മൈനസ് ചെയ്ത് പോകും. മനസ്സിലായോ? ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വാട്ടറും 5 വാട്ടറും ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വാട്ടറും 3 വാട്ടറും ക്യാൻസൽ ചെയ്താലും ബാക്കി 2 വാട്ടർ ഇവിടെ ബാക്കി വരും. ഒരേ സൈഡിലുള്ളത് ആഡ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലുള്ളത് ആഡപ്പ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അത് ക്യാൻസലേഷനിലേക്കാണ് പോവുക. മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അത് ഒരേ നമ്പർ വന്നാൽ 0 ആയി പോകും. ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള എത്ര വെച്ചാൽ കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പം ഇനി ഇത് ബാലൻസ്ഡ് ആയി, അറിയാമല്ലോ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം MnO4- പ്ലസ് MnO4- ആണ് പ്ലസ് 5 Fe2+ ഗിവ്സ് ഇവിടെ ഒരു 8H+ ഉണ്ട്, ഗിവ്സ് Mn2 + 5 Fe3+ 4H2O. അതിനല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് 2 മെത്തേഡ്. ആദ്യത്തെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിച്ചു. ഇതെന്താ? ഇത് നമുക്ക് അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. രണ്ടിനും ഒരേ പ്രിൻസിപ്പിളാണ്. റിഡക്ഷൻ ഹാഫ് എഴുതി, ഓക്സിഡേഷൻ ഹാഫ് എഴുതി, രണ്ടും സെപ്പറേറ്റ് എഴുതി ബാലൻസ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലക്ട്രോൺസിൻ്റെ ഈക്വൽ ആക്കണം. ഇലക്ട്രോൺസിൻ്റെ ഈക്വൽ ആക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ 5 ഇലക്ട്രോൺ ആണ്, ഇവിടെ 5 ഇലക്ട്രോൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോയി. ഓവറോൾ റിയാക്ഷനിൽ എന്ത് വരാൻ പാടില്ല? ഇലക്ട്രോൺ ബാക്കി വരാൻ പാടില്ല. ഇലക്ട്രോൺസ് വഴിയാതെ വരുത്. ഇയാൾക്ക് എത്ര നഷ്ടപ്പെട്ടോ മറ്റത് അത്രയും എണ്ണം മറ്റേ ആൾ ഗെയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ ഒരിക്കലും എന്ത് ചെയ്ത് ബാക്കി വരരുത്. ക്ലിയർ? ഓക്കെ, ദെൻ നമ്മൾ അടുത്തതിലേക്ക് വരാം. അടുത്തത് Cr2O7 2- ഡൈക്രോമേറ്റ് അയോണ. അയാൾ Fe2+നെ ഓക്സിഡൈസ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് കിട്ടിയത് Cr3+ പ്ലസ് Fe3+. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഇനി ബാലൻസ് ചെയ്യാൻ പോവാണേ. ഒരു ഓക്സിജന് -2, 7 ഓക്സിജന് -14. കംപ്ലീറ്റ് ആഡ് ചെയ്ത് എത്ര വരും? 2- വരും. അപ്പോൾ 2 ക്രോമിയം എത്രയിൽ വരണം? +12 വരണം. അപ്പോൾ ഒരു ക്രോമിയം എത്രയിൽ വരും? +6 വരും. 6 വരുന്ന ക്രോമിയം എത്രയിലെത്തി? 6 വരുന്ന ക്രോമിയം 3 കണ്ടോ? അപ്പോൾ അയാളുടെ ചേഞ്ച് എത്രയാ? 3. അതാർക്ക്? ഒരു ക്രോമിയത്തിന്. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ മൊത്തം ചേഞ്ച് എത്ര വരും? 6 വരും. Fe2+ എന്ന Fe3+ലേക്ക് ചേഞ്ച് എത്രയാ? 1. ഇയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക, ഇയാളെ ചേഞ്ച് എടുത്ത് അവിടെ കൊടുക്കുക.
ഇനി ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തവർ ബാലൻസ് ചെയ്യണം. 2 ക്രോമിയം 6 അയണ് 6 അയണ്. ഇനി നമുക്ക് ആരെ ബാലൻസ് ചെയ്യണം? ഓക്സിജനെ. ഓക്സിജൻ ഇവിടെ എത്ര എണ്ണം? 7 എണ്ണം. ഓക്സിജൻ കുറവാണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? വാട്ടർ. ഓക്സിജൻ കുറവുള്ള സൈഡിൽ വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ എത്ര വാട്ടർ ആഡ് ചെയ്തു? 7 വാട്ടർ ആഡ് ചെയ്തു. കണ്ടോ? അപ്പോൾ എത്ര ഹൈഡ്രജൻ വന്നു? 7 2 14 ഹൈഡ്രജൻ വന്നു. ഹൈഡ്രജൻ്റെ സോഴ്സ് ആരാ? അസിഡിക് മീഡിയം ആണത്. ഹൈഡ്രജൻ്റെ സോഴ്സ് H+. അപ്പോൾ എത്ര ഹൈഡ്രജൻ വേണം? 14 H+ വേണം. ചാർജ് ബാലൻസ്ഡ് ആയില്ലേ? ഉവ്വ. ഇവിടെ എത്ര? 14. ഇവിടെ എത്ര? 12. അപ്പോൾ എത്ര? 26. ഇവിടെ 2 മൈനസ് അല്ലേ? അപ്പോൾ 24. ഇവിടെ എത്ര വന്നു? 18+. ഇവിടെ എത്ര വന്നു? 6+. അപ്പോൾ എത്ര? 24+. ചാർജ് വൈസും ബാലൻസ്ഡ് ആവും. ക്ലിയർ ആണോ? അവിടെ പറയണോ? ഹാഫ് ഇലക്ട്രോൺ മെത്തേഡ് മനസ്സിലായില്ലേ? ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ഞാൻ ചെയ്യണത് വേണ്ടല്ലോ. എന്നാൽ നമുക്ക് അടുത്ത് നോക്കാം. Now we go to the next. MnO4- അയാൾ SN2+ ആയിട്ട് റിയാക്ട് ചെയ്തു. മാംഗനീസ് Mn2+ലെത്തി. SN2+ SN4+ലെത്തി. ക്ലിയർ ആണല്ലോ? അസിഡിക് മീഡിയത്തിൽ +7 മാംഗനീസ് എവിടെ എത്തി? +2ലെത്തി. എത്ര ചേഞ്ച്? 5 ആണ്. അപ്പോൾ അയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുത്തു. SN2+ എത്രയില്ല? SN4+ലേക്ക് മാറി. അയാളെ ചേഞ്ച് എത്രയാ? 2 ആണ്. അയാൾ ചേഞ്ച് ഇവിടെയും കൊടുത്തു. ബാലൻസ് ചെയ്യുന്ന ഈക്വലായില്ലേ? അതെ. ഒരു മാംഗനീസ് 5 എണ്ണം കൊടുക്കും. 2 മാംഗനീസ് 10 എണ്ണം കൊടുത്തു. ഒരു ടിന്ന് 2 എണ്ണം, 5 ടിന്ന് 10 എണ്ണം. ഇപ്പോൾ കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണം ഈക്വലായി. ഇനി ബാക്കി ചടങ്ങുകൾ മാത്രം. 4 ഓക്സിജനല്ലേ ഇവിടെ ഉള്ളത്? അതെ. 4 × 2 8. പ്രത്യേകം ശ്രദ്ധിക്കണം. 4 × 2 8 ഓക്സിജൻ അവിടെ ഉണ്ട്. ഈ എണ്ണം മാറിപ്പോരുത് കേട്ടോ. 8 ഓക്സിജൻ അവിടെ ഉണ്ട്. 8 ഓക്സിജന് നമുക്ക് 8 വാട്ടർ ഇവിടെ വേണം. അപ്പോൾ എത്ര ഹൈഡ്രജൻ വേണം? 16 ഹൈഡ്രജൻ വേണം. 16 H+. കണ്ടോ? ഇനി നോക്കി. 5 2 10+, 16+, 28+, 2 മൈനസും 26+. 26+ ഇവിടെ വന്നോ നോക്കണം. 2 മാംഗനീസ് അല്ലേ? 2 മാംഗനീസ്. 5 SN അല്ലേ? 5 SN. കണ്ടോ? യെസ്. 24+, 4+, അല്ല 20+, 4+, 24+. ഇതെത്ര പ്ലസ്സാ? 16+. ഇതെത്രയോ? 10+, 26+. 26+ന് 2 മൈനസ്. അപ്പോൾ 24+. 24+ ഇവിടെ വന്നോ? ഇത് 4+, ഇത് 20+, 24+. ബാലൻസ്ഡ്. കൊതിച്ചോ? ഈ എണ്ണം നോക്കണേ. ഓക്സിജൻ 8 എണ്ണം. അപ്പോൾ 8 എണ്ണം അവിടെ. 2 മാംഗനീസ് 2 മാംഗനീസ്. 5 SN 5 SN. ശരിയായില്ലേ? ക്ലിയർ ആണോ? ഇനി ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് അറിയോ? ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് SN2+ ഓക്സിഡൈസ്ഡ് ബൈ 1 mol MnO4- in acidic medium. Number of moles of SN2+ oxidized by 1 mol MnO4- in acidic medium is. എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ റിയാക്ഷൻ ഒന്നും തരൂല. Number of moles of MnO4- that oxidizes 1 mol SN2+ in acidic medium. അപ്പം മനസ്സിലായിക്കൊള്ളണം ആര് തമ്മിലുള്ള റിയാക്ഷൻ? MnO4- SN2+ അസിഡിക് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ മാംഗനീസ് എവിടെ എത്തും? Mn2+ലെത്തും. SN2+ എവിടെ എത്തും? SN4+ എത്തും. ഇതറിയണം. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. കൊടുക്കുന്ന എണ്ണം വാങ്ങുന്ന എണ്ണ ഈക്വലാക്ക്. 7 2ലേക്ക് ചേഞ്ച് 5 ആക്ക്. 2+ 4+ലേക്ക് ചേഞ്ച് 2 ആ 2 ആക്ക്. ഇത്രയും ചെയ്താൽ മതി. ഇതിൽ കൂടുതലാണ് ചെയ്യരുത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. 5 മോളിന് 2 മോള്. അപ്പോൾ 1 മോളിനോ 2/5 മോള്. നമ്പർ ഓഫ് മോൾസ് പെർ മാംഗനേറ്റ് ടു ഓക്സിഡൈസ് 1 mol SN2+. 5 മോൾ ഓക്സിഡൈസ് ചെയ്യാനാണ് 2 മോൾ വേണ്ടത്. അപ്പോൾ 1 മോൾ ഓക്സിഡൈസ് ചെയ്യാനോ 5 ഇങ്ങോട്ട് എടുക്കുക. 5 മോളിനല്ലേ 2 മോള്. അപ്പോൾ 1 മോളിന് എത്രയാ? 2/5. ഇത്രേ ഉള്ളൂ. മൊത്തം ബാലൻസ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസിക് റിയാക്ഷൻ അറിയണം. ഏത് മീഡിയം? അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് എവിടെ എത്തും? Mn2+ലെത്തും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് അവിടെ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ എളുപ്പമാണ്. കാരണം 4 ഓപ്ഷനിൽ വരുന്ന ആൻസറാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊടുത്താൽ ആൻസർ വരും ഒബ്ജക്റ്റീവിൽ.
മറ്റത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ക്ലിയർ ആണോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് SN2+ ഓക്സിഡൈസ്ഡ് ബൈ 1 mol ഡൈക്രോമേറ്റ് ഇൻ അസിഡിക് മീഡിയം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആര് തമ്മിലുള്ള റിയാക്ഷൻ? ഡൈക്രോമേറ്റും SN2+ ആണ് റിയാക്ഷൻ. അപ്പം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ എവിടേക്ക് എത്തുക അതറിയണം, Cr3+ലേക്ക്. ഉറപ്പിച്ചോളണം, Cr3+. SN2+ എവിടെ എത്തും? SN2+ നേരെ പോവുക SN4+ലേക്ക്. കണ്ടോ? ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ ക്രോമിയം +6 എന്ന് ക്രോമിയം +3ലേക്കാണ് എത്തുക. അടിച്ചുറപ്പിച്ചോളണം, മനസ്സിൽ മറക്കരുത് അത്. പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ +7 +2ലേക്ക് എത്തുള്ളൂ അസിഡിക് മീഡിയത്തിൽ. ബാക്കിയുള്ള മീഡിയം നമ്മൾ പറയും, ബേസിക് മീഡിയം ഒക്കെ നമ്മൾ പിന്നെ പറയും. അപ്പോൾ ഇയാൾ അസിഡിക് മീഡിയം +6 +3ലേക്ക്, അയാളെ ചേഞ്ച് 3, ഒരാൾക്ക് ചേഞ്ച് 3, രണ്ടാൾക്ക് ചേഞ്ച് 6. 2+ 4+ലേക്ക് ചേഞ്ച് എത്ര? 2. 6ഉം 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ആക്കുമ്പോൾ 3ഉം 1ഉം ആണ്. 6ഉം 2ഉം, അപ്പോൾ 3ഉം 1ഉം. റേഷ്യോ ആക്കാൻ പറ്റിയത് റേഷ്യോ ആക്കുക, അല്ലെങ്കിൽ അവസാനം ചെന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടിരുന്നുള്ളൂ, തെറ്റൊന്നുമില്ല. ക്ലിയർ ചെയ്തോ? 6, 2 റേഷ്യോ ആക്കുമ്പോൾ 3, 1. അപ്പോൾ ഇയാളെ ചേഞ്ച് എത്രയാ? 1, അതിവിടെ കൊടുത്തു. ഇയാളെ ചേഞ്ച് എത്രയാ? 3, അതിവിടെ കൊടുത്തു. ഇപ്പം 3 മോളിന് 1 മോള് വേണം. അപ്പോൾ 1 മോളിനോ 1/3 മോള് വേണം. അത്രേ ഉള്ളൂ. ഇനിയാ ക്വസ്റ്റ്യൻ വരിക. അപ്പം നിങ്ങൾക്ക് എന്തറിയണം? റിയാക്ഷൻ അറിയണം. ആ ഏത് മീഡിയത്തിലാണെന്ന് അറിയണം. ആ മീഡിയത്തിൽ ഇയാൾ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈക്രോമേറ്റ് റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 mol SN2+ ഇൻ അസിഡിക് മീഡിയം. അങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക. ശരിയായോ? ഐഡിയ വന്നോ? ഇവിടെ പറയണോ? ഉണ്ടോ? എന്നാ നോക്കിയേ. MnO4- plus Fe2+. ചോദിക്കുക നമ്പർ ഓഫ് മോൾസ് ഓഫ് പെർമാംഗനേറ്റ് റിക്വയർഡ് ടു ഓക്സിഡൈസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പെർമാംഗനേറ്റ് റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 mol Fe2+ ഇൻ അസിഡിക് മീഡിയം. അപ്പോൾ പെർമാംഗനേറ്റ് ആണ്, അസിഡിക് മീഡിയത്തിലാണ്. MnO4- എവിടെ എത്തും? Mn2+ലെത്തും. Fe2+ എവിടെ എത്തും? Fe3+ലെത്തും. 7 2ലേക്ക് വന്നു, 7 2ലേക്ക് വന്നു, ചേഞ്ച് 5. 2 3ലേക്ക് വന്നു, ചേഞ്ച് 1, ബാലൻസ്ഡ് ആയി. 3 മോളിന് 3 മോളല്ല 5 മോളിന് 1 മോള് വേണം. അപ്പോൾ 1 മോളിനോ 1/5 മോള് വേണം. ശരിയായോ? ക്ലിയർ ആണോ? അത് ഇവിടെ പറയണോ? ഐഡിയ വന്നില്ലേ? ഇനി ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? നീ ഐഡിയ അല്ല അവർ തരിക. അവരെന്ത് പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ വോളിയം തരും. 10 ml 0.1 molar Fe2+. 10 ml 0.1 molar Fe2+. reacts with 0.5 molar -ml ഇതെന്നാ പറയുക. അപ്പോൾ ഇയാളുടെ മൊളാരിറ്റിയും ഇയാളുടെ വോളിയം തന്നു. ഇയാളുടെ കേസിൽ അയാളുടെ മൊളാരിറ്റി തന്നു, വോളിയാണ് ചോദിച്ചത്. ഇത്ര ml 0.1 molar Fe2+ ആയിട്ട് റിയാക്ട് ചെയ്യാൻ ഇയാൾ എത്ര ml വേണമെന്നാണ് ചോദിച്ചത്? 0.5 molar. അപ്പോൾ ഇതാണ് ബേസിക് റിലേഷൻ. 1 മോളിന് എത്ര വേണം? 5 മോള് വേണം. എത്ര മോൾ എടുക്കുന്നോ അതിൻ്റെ 5 ടൈംസ് വേണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ എന്താ? നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ ഇയാളുടെ നമ്പർ ഓഫ് മോൾസ് ഈസ് ടു ഇയാളുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 1:5. കണ്ടുവാ? കുഴപ്പമില്ലല്ലോ. ഇതെത്ര മില്ലിമോളാ? ഇതെത്ര മില്ലിമോളാ? മില്ലിമോൾ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇയാളെ മില്ലിമോൾസാ 1 മില്ലിമോൾ. ഇയാളെ മില്ലിമോൾ എത്രയാണ്? ഇയാൾ VmL വിചാരിക്കുക. അപ്പം 0.5 × V, ഇതാണ് ഇയാളെ മില്ലിമോൾസ്. ഇത് ഇയാളെ മില്ലിമോൾസ്, ഇത് ഇയാളെ മില്ലിമോൾസ്. കണ്ടോ? ആ മില്ലിമോൾസിൻ്റെ റേഷ്യോ എത്ര വരണം? മില്ലിമോൾസിൻ്റെ റേഷ്യോ ഇത് ഈസ് ഇത് ഈക്വൽ ടു 1:5 വരണം. ഇതെന്താ? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ അതെന്ത് വരും? മില്ലിമോൾസ് വരും. ഇതെന്താ? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. ഇത് വോളിയം V ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എത്ര മില്ലിമോൾസ്? 0.5 മില്ലിമോൾസ്. 0.5 × V മില്ലിമോൾസ്. ഇത് ഇയാളുടെ മില്ലിമോൾസ്, ഇത് ഇയാളുടെ മില്ലിമോൾസ്. ഇയാളെ മില്ലിമോൾ ബൈ ഇയാളെ മില്ലിമോൾ ചെയ്താൽ എത്ര വരണം? 1:5 വരണം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ബൈ ഇത് ഈക്വൽ ടു 1/5 ഇക്വേറ്റ് ചെയ്യുക. ആൻസറായി V കിട്ടും. ഐഡിയ വന്നോ മക്കളെ? യെസ്. ഇത്രയാണ് ഐഡിയാസ് വരുന്നത്.
ക്ലിയർ ആണോ? ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ബാലൻസ്ഡ് ഇക്വേഷൻ്റെ കേസ് വരുന്നത്. അപ്പോൾ 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന് ബാലൻസ് ചെയ്യാൻ തന്നെ ചോദിക്കും, അല്ലെങ്കിൽ കോയഫിഷ്യൻ്റ് ബാലൻസ് ചെയ്യേണ്ട കോയഫിഷ്യൻ്റ് മാത്രമായിട്ട് ചോദിക്കും, കംപ്ലീറ്റ് കോയഫിഷ്യൻ്റ് ചോദിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചോദിക്കും.